ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് ഹോഞ്ചു ആകട്ടെ ഞാൻ വണ്ടി തട്ടി വീണതൊന്നും ആയിരുന്നില്ല. പിന്നെ ഒരു കാര്യവുമില്ലാതെ നീയും ഇവിടെ നിൽക്കേണ്ടതായിട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഞാൻ ഓക്കെ ആയതുകൊണ്ട് തന്നെ നിനക്ക് പോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു കാര്യവും ഇല്ലാതെയാണ് ഞാൻ നിൽക്കുന്നതെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം അവനും പതി അവളുടെ കൈയൊക്കെ പിടിച്ചിട്ട് അവന്റെ നെഞ്ചോട് ചേർത്തൊക്കെ വെക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഹെർട്ട് ബീറ്റ് ഒക്കെ നോക്കുന്നയാൾ ഞാനാണെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറും അകത്തേക്കൊക്കെ ചെല്ലുന്നത്. സ്കാനിയൊക്കെ നടക്കുന്ന സമയത്താകട്ടെ ഇന്നലെ വരെ അവൻ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടൊക്കെയായിരുന്നല്ലോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നൊറ്റ ദിവസത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അവളും ആലോചിക്കുന്നു. ഹൈജിയും ഇപ്പോൾ ഓടി വന്നിട്ട് അച്ഛന്റെ അടുത്ത് ഹോഞ്ചിന് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഹൈജിക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛൻ കൂടി വരാമെന്നൊക്കെ അവളോടും അച്ഛൻ പറയുകയാണ്. പക്ഷെ പിന്നീടാകട്ടെ അവൾ അങ്ങനെ വരേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആയിരുന്നു ക്യുങ്ടേക്കിനെ അച്ഛന് കാണുന്നത്. ക്യുങ്ടേക്കിന് വണ്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഹൈജീനെ ഒന്ന് ഹോസ്പിറ്റൽ വരെ കൊണ്ടേ ആക്കാമോ എന്നൊക്കെ ക്യുങ്ടേക്കിന്റെ അടുത്തും അച്ഛൻ ചോദിക്കുകയാണ്. നിങ്ങൾ രണ്ട് പെൺകുട്ടികളല്ലേ, അതുകൊണ്ട് തന്നെ ഒരു ആണിന്റെ ഒപ്പം പോയാൽ മതി എന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ വെറും പെൺകുട്ടികളല്ല, മറിച്ച് ഞങ്ങൾക്ക് പ്രായപൂർത്തിയൊക്കെ ആയതാണ്, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് അച്ഛന്റെ അടുത്തൊന്നും ദേഷ്യപ്പെട്ടൊക്കെ ആയിരുന്നു ഹൈജീൻ പോയിട്ടുണ്ടായിരുന്നത്. ഹൈജീം ഒരു ടാക്സിക്ക് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താകട്ടെ ക്യുങ്ടേക്കും അവളെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടേയാക്കാമെന്ന് പറഞ്ഞെത്തുന്നു. ഹോയിങ് എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന സമയത്തായിരുന്നല്ലോ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഡ്രൈവർക്കും അവന്റെ ലഗേജ് ഒന്നും തന്നെ അവനെ നേരിട്ട് ഏൽപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവറും ഹോസ്പിറ്റലിലായിരുന്നു ലഗേജും മറ്റൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റൽക്കാര് നമ്മുടെ അങ്കിളിനെയാണ് കോൾ ചെയ്ത് വരുത്തിക്കുന്നത്. എന്തിനാണ് അവൻ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിയതെന്ന് ചിന്തിച്ചു നിൽക്കുകയാണ് അങ്കിളും. ഇനി ഹൈജിനെ കാണിക്കുമ്പോഴത്തേക്കും ഹൈജിയും വേഗത്തിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവൾ ഹീൽസ് ഒക്കെ ഇട്ടത് കൊണ്ട് തന്നെ അവളൊന്ന് വീഴുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. പക്ഷെ ക്യുങ്ടേക്ക് ആകട്ടെ അവളെ വീഴാതെ പിടിച്ചിരുത്തുന്നൊക്കെയുണ്ട്. അവളും ക്യുങ്ടേക്കിനോട് നന്ദി പറഞ്ഞു, രണ്ടാമത്തെ തവണയാണ് ഞാൻ വീഴുന്നതിൽ നിന്നും നീ എന്നെ രക്ഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് അവനെ നോക്കി കഴിയുമ്പോഴത്തേക്കും അവൻ അവിടെ ഉണ്ടായിരുന്നു പോലും ഇല്ല. അതായത് ഒരു താങ്ക്സ് പോലും പ്രതീക്ഷിക്കാതെയൊക്കെ ആയിരുന്നു അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ക്യുങ്ടേക്കിങ് കാറിലുണ്ടായിരുന്ന ഒരു ഷൂസ് ഒക്കെ അവൾക്ക് ഇടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഷൂസ് ഒക്കെ വലുതാണെങ്കിലും ലേസ് ഒക്കെ കെട്ടി കഴിയുമ്പോഴത്തേക്കും ശരിയായിക്കോളുമെന്നൊക്കെ അവൻ പറയുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവളും മൊത്തത്തിൽ ഇംപ്രസ്ഡ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഹൈജിയും അവിടെ വെച്ച് അങ്കിളിനെയൊക്കെ കാണുന്നു. ഇനി തിരിച്ച് റൂമിലേക്കൊക്കെ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്താകട്ടെ അവനും ഇന്നലെ ദേഷ്യപ്പെട്ടൊക്കെ ആയിരുന്നല്ലോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇപ്പോൾ തന്റെ അടുത്ത് നല്ല രീതിയിലൊക്കെ അവൻ പെരുമാറുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് അവളും നീ എന്തായാലും എന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുവാനായിട്ടാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്, ഞാനും നിന്റെ അടുത്ത് ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഹുയെങ്ങിനോടും പറയുന്നത്. അങ്കിളും ലഗേജ് ഒക്കെ എടുത്തോണ്ട് വരുന്ന സമയത്ത് പോലും കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ ആയിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കാണുന്ന ഹൈജി ആകട്ടെ ഇങ്ങനെ ഹോഞ്ചുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ അങ്കിളിനെയും അറിയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് മുന്നോട്ടൊക്കെ പോയാലോ എന്നൊക്കെയാണ് അങ്കിളിന്റെ അടുത്ത് ഹൈജി ചോദിക്കുന്നത്. ലിഫ്റ്റിലൊക്കെ നിൽക്കുന്ന ഹോഞ്ചുവും ഹൈജിനെ ഒരുപാട് ആണുങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഹൈജിനെ കിട്ടിയതിൽ നീ എന്നോട് നന്ദിയാണ് പറയേണ്ടതെന്നൊക്കെയാണ് ഹോയിങ്ങിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഹോയിങ്ങും തിരിച്ചെന്തോ സംസാരിക്കുവാനായിട്ടൊക്കെ തുടങ്ങിയ സമയത്ത് ലിഫ്റ്റ് ഓപ്പൺ ആവുകയും അതിന്റെ അകത്തേക്ക് ഒരുപാട് ആൾക്കാർ കയറി വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും വളരെ അടുത്തൊക്കെ ആയിരുന്നു നിന്നിട്ടുമുണ്ടായിരുന്നത്. പിന്നീട് ലിഫ്റ്റിൽ നിന്നും ഇറങ്ങുന്ന സമയത്താകട്ടെ നീ എന്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുന്നതൊക്കെ നിർത്തണമെന്നായിരുന്നു അവൾ പറയുന്നത്. അതായത് അവൻ US ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ നിനക്ക് നോർമൽ ആയിരിക്കാം, പക്ഷെ ഞാൻ അതുപോലത്തെ സ്ഥലത്തൊന്നും അല്ലല്ലോ ജീവിച്ചത്, അതുകൊണ്ട് തന്നെ നീ ഫ്ലേർട്ട് ചെയ്യുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും എനിക്കും അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ അവൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവിടേക്ക് ഹൈജിയും എത്തുന്നു. നേരത്തെ ഹുയെങ്ങിന്റെ അടുത്ത് തനിക്ക് ഒരു രീതിയിലുള്ള കുഴപ്പവും ഇല്ല എന്നൊക്കെ ആയിരുന്നു ഹോഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ ഹൈജിനെ കാണുമ്പോഴത്തേക്കും വലിയൊരു കാറ് ഫുൾ സ്പീഡിൽ തന്നെ ഇടിക്കുവാനായിട്ടൊക്കെ വന്നു. ഞാനും ഒന്ന് മാറിക്കൊടുത്തു. അങ്ങനെ മാറിക്കൊടുത്തപ്പോഴത്തേക്കും എന്റെ കാലിന് മൊത്തത്തിൽ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്, പിന്നെ തലയും മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം കാര്യങ്ങളൊക്കെ കൂട്ടി പറയുകയാണ് അവളും. അങ്ങനെ ഹൈജിയും ഹോജിയും സംസാരിച്ചോടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു അങ്കിളും വളരെ ദേഷ്യപ്പെട്ടൊക്കെ ഹുയെങ്ങിന്റെ അടുത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നത്. നിനക്ക് പെട്ടെന്ന് വരുവാനായിട്ട് സാധിക്കുകയില്ലെങ്കിൽ നീ സാങ്പിളിനെയാണ് വിളിക്കേണ്ടത്, അല്ലാതെ ഹോയിങ്ങിനെയല്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് മീറ്റ് ചെയ്യുവാനായിട്ടായിരുന്നോ യഥാർത്ഥത്തിൽ അവനെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നതെന്നൊക്കെയാണ് ഹോഞ്ചുവും ഹൈജയുടെ അടുത്തൊക്കെ ചോദിക്കുന്നത്. ഓൾറെഡി ഹോയങ്ങിന് ഹോഞ്ചിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ നിന്ന് വെറുതെ ട്രയാങ്കിൾ ലവ് സ്റ്റോറി ഒന്നും കളിക്കാതിരിക്കുവാനായിട്ട് ഹൈജിയും എനിക്ക് ഇവനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്യുങ്ടേക്കിനെ വിളിച്ചു വരുത്തുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഫസ്റ്റ് ലവ് മാത്രമല്ലേ, പക്ഷെ ക്യുങ്ടേക്ക് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെയാണ് അവൾ പറയുന്നത്. പിന്നെ അവൾ പറയുന്നത് കേട്ടിട്ട് ക്യുങ്ടേക്കും എല്ലാം തന്നെ സമ്മതിച്ചു കൊടുക്കുന്നൊക്കെയുണ്ട്.
എന്തായാലും ഹൂയിങ്ങും ഹോഞ്ചുവും ഒന്നിച്ചു പോകട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഹൈജയും ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് സ്കൂൾ വരെ ഒന്ന് പോകുവാനായിട്ടൊക്കെ ഉണ്ട്. പിന്നെ നിനക്കും വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇനി ഹൂയിങ് നോക്കിക്കോളുമെന്നൊക്കെ പറഞ്ഞിട്ട് ഹൂയിങ്ങിനെ അവളുടെ ബാഗൊക്കെ ഏൽപ്പിക്കുകയാണ് ഹൈജയും. പക്ഷെ അങ്കിളാകട്ടെ എന്തായാലും അവളെ സേഫായിട്ട് വീട്ടിലൊക്കെ കൊണ്ടുപോയി വിട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അങ്കിളിന് അത്യാവശ്യമായിട്ട് ഓഫീസിലൊക്കെ പോകണമെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ പോകുന്ന വഴിക്ക് അങ്കിളിനെ ഓഫീസിലും കൊണ്ടേ ആക്കിയേക്കാം. എന്തായാലും അവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോകട്ടെ എന്നൊക്കെയാണ് ഹൈജി പറയുന്നത്. അങ്കിളും നേരത്തെ ഹൈജിയുടെ ഒപ്പം തന്നെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇത്തവണയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഹൈജിയുടെ കൂടെ പോവുകയാണ്. ഹോയങ്ങിന്റെ അടുത്ത് ഒന്നും മിണ്ടാതിരിക്കുവാനായിട്ട് അവളും കളയുറക്കൊക്കെ ഉറങ്ങിയിട്ടാണ് വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അവളുടെ ഫോണിലേക്ക് ഒരു കോളൊക്കെ വരുന്ന സമയത്ത് കോൾ പോലും ശ്രദ്ധിക്കാതെ താൻ ഉറങ്ങുകയാണെന്നൊക്കെ അവൾ അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലും ഒടുവിലായിട്ട് ഫോണൊക്കെ എടുക്കേണ്ടതായിട്ടും വരുന്നു. ഹൈജിയും ക്യുങ്ടേക്കും ഡേറ്റയൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് അങ്കിൾ വിചാരിച്ചിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ അവരും ആ ഒരു സത്യമൊക്കെ തുറന്നു പറയുകയാണ്. അതായത് ഹോഞ്ചുവുമായിട്ട് ക്യുങ്ടേക്ക് ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ക്യുങ്ടേക്കും ഹോഞ്ചുവും തമ്മിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുമെന്നൊക്കെ ഹുയങ്ങ് തെറ്റിദ്ധരിക്കാതിരിക്കുവാനായിട്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഡേറ്റ് ആണെന്നൊക്കെ അവൾ കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ക്യുങ്ടേക്കും പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും നീ ഒരു അസാധ്യ നടൻ തന്നെയാണ്. നീയും ഹൈജനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഹൈജോട് നിനക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെയാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അങ്കിൾ ക്യുങ്ടെക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ പരസ്പരം ചെറിയൊരു ഇഷ്ടമാണെങ്കിലും ഉണ്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു. നിലവിലെ അവളുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുവാനായിട്ടുണ്ട്. പക്ഷെ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഇന്ന് എന്തായാലും വരുവാനായിട്ട് സാധിക്കുകയില്ല. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കുമെന്നൊക്കെ ബോസിനെയും വിളിച്ചു പറയുകയാണ് അവളും. എന്തായാലും അവരിങ്ങനെ കാറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് ഗെയിംസ് ഒക്കെ കളിച്ചതിനെ കുറിച്ച് നീ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കുമാണ് നേരത്തെ നമ്മൾ നിർത്തിയിരിക്കുന്ന ഭാഗത്ത് നിന്നും വീണ്ടും മുന്നോട്ടൊക്കെ പോകുന്നത്. അതായത് 10 വർഷം മുമ്പ് അവർക്കും ബസ്സൊക്കെ മിസ്സായി പോയ സമയത്താകട്ടെ എന്നാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഒന്നിച്ചു കിടന്ന് ഉറങ്ങിയേക്കാമെന്നൊക്കെ അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അങ്ങനെയൊക്കെ പറഞ്ഞ അവർ വീണ്ടും നടന്നൊക്കെ പോവുകയാണ്. അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് അവന്റെ ഷൂസിന്റെ അകത്ത് ഒരു കല്ലങ്ങാണ്ട് കുടുങ്ങിയതുപോലെയൊക്കെ തോന്നുന്ന അവനും ഷൂസൊക്കെ അഴിക്കുവാനായിട്ടൊക്കെ നോക്കുന്നു. ഇതിനിടയ്ക്കാകട്ടെ അവന്റെ കാല് തെറ്റി അവിടെ ഉണ്ടായിരുന്ന ഒരു കുഴിയിലേക്കൊക്കെ അവനും പോയി വീഴുകയാണ്. യഥാർത്ഥത്തിലുള്ള പ്രണയം എന്താണെന്ന് നിനക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്നൊക്കെ ആയിരുന്നു കരുതിയത്. പക്ഷെ എന്റെ ടൈമിംഗ് തെറ്റിപ്പോയി. എന്തായാലും അവൻ മിലിറ്ററിയിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള പ്രണയം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഹോജ് തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേക്കും പിന്നാലെ വന്നിട്ടുണ്ടായിരുന്ന ഹോയെങ്ങിനെ അവൾ കാണുന്നുണ്ടായിരുന്നില്ല. അവളും അവൻ എവിടെ പോയെന്നൊക്കെ അന്വേഷിക്കുമ്പോഴത്തേക്കുമാണ് താഴെ ഉണ്ടായിരുന്ന കുഴിയിൽ നിന്നും അവന്റെ ശബ്ദമൊക്കെ അവളും കേൾക്കുന്നത്. അവൻ അങ്ങനെ കുഴിയിലൊക്കെ കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും ആദ്യമാകട്ടെ അവൾക്ക് ചിരിയാണ് തോന്നുന്നത്. എങ്കിൽ പോലും അവനെ രക്ഷിക്കുവാനായിട്ട് എന്തെങ്കിലും കയറോ മറ്റോ കിട്ടുകയാണെങ്കിൽ അതൊക്കെ കൊണ്ടുപോവാ എന്നൊക്കെ അവൻ പറയുന്നത് കൊണ്ട് തന്നെ അവളും എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കുവാനായിട്ട് പോകുന്നു. ഈ ഒരു സമയത്ത് അവന്റെ ഫോണൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കേടായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ ഒക്കെ അവനും സൂക്ഷിച്ചു വെക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഹോഞ്ചിനെ ഒരുപാട് തവണ അവൻ വിളിക്കുന്നുണ്ട്. അതായത് അവൾ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കുവാനായിട്ട് പോയതായിരുന്നെങ്കിൽ പോലും അവനും അവൾ അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു പേടിയൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ഇവിടെ തനിച്ചിട്ടിട്ട് നീ ഒരിക്കലും പോകരുതെന്നൊക്കെ അവനും അവളുടെ അടുത്ത് അതുകൊണ്ട് പറയുകയാണ്. ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോഴത്തേക്കും അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. ഹോഞ്ചു കൂടി അവന്റെ കൂടെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതായത് അവനെ രക്ഷിക്കുവാൻ എന്ന രീതിക്ക് അവളും ഒരു പുലിന്റെ കഷ്ണമൊക്കെ ആയിരുന്നു കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ വെച്ച് ഒരാളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുമെന്ന് വിചാരിച്ച് നീ എന്തൊരു മണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനും സംസാരിക്കുന്നത്. ഇത് പോരാതെ അവളാകട്ടെ അവളുടെ ബാഗും ഫോണും എല്ലാം തന്നെ മുകളിൽ വെച്ചിട്ടാണ് ഇപ്പോൾ വെള്ളത്തിലേക്കൊക്കെ വീണിട്ടുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ശരിക്കും നടന്ന സംഭവങ്ങൾ കാണിക്കുന്നത്. അതിലാകട്ടെ അവളും ഈ ഒരു പുല്ലൊക്കെ നൽകിയ സമയത്ത് അവരും അതിൽ പിടിച്ചു കയറുവാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിടിച്ചു കയറുവാൻ നോക്കുന്നതിനിടയ്ക്ക് അവന്റെ കൈയൊക്കെ വിട്ടുപോയിട്ട് അവൻ വെള്ളത്തിലേക്ക് വീഴുകയും അങ്ങനെ അവന്റെ തല ഇടിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ബോധം പോയിട്ടുണ്ടായിരുന്ന അവനെ ഒരുപാട് തവണ വിളിച്ചിട്ടും അവൻ എണീക്കാതെയൊക്കെ വന്നപ്പോഴത്തേക്കും അവനെ രക്ഷിക്കുവാനായിട്ടൊക്കെ ആയിരുന്നു അവൾ വെള്ളത്തിലേക്കൊക്കെ എടുത്തിയാടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും സംഭവിക്കുവാനുള്ളതൊക്കെ സംഭവിച്ചു. ഇടയ്ക്കാകട്ടെ തവളയുടെ സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും തവളയുടെ സൗണ്ടൊക്കെ കേട്ടാൽ ആരെങ്കിലും പേടിക്കുമോ എന്നൊക്കെ ചോദിച്ച് അവനും നിൽക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു തവളയൊക്കെ എടുത്തു ചാടി കഴിയുമ്പോഴത്തേക്കും അവനും ആകെ പേടിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേടിച്ച് അവനാകട്ടെ അവളെ ഓടിച്ചത് കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് പതിയെ മാറി നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു സീനോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.